ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്തൊക്കെയാണ് നാട്ടിലെ വിശേഷങ്ങള്? ഇപ്പൊ മഴയൊക്കെ തോന്നിയിരിക്കുന്നത് ഒരു വലിയ ആശ്വാസമാണല്ലോ. ഇപ്പൊ കുറച്ച് മഴയൊക്കെ ശാന്തമായിട്ട് നിൽപ്പുണ്ടല്ലോ, അതൊരു വലിയ ആശ്വാസമാണ്. പിന്നെ സ്കൂളൊക്കെ തുറന്നു, കൊച്ചുകുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയല്ലോ. നമ്മുടെയൊക്കെ സ്കൂൾ ലൈഫ് ഓർമ്മ വരുന്നു മഴയത്ത്. നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ജൂൺ സ്കൂൾ തുറക്കും അന്നായിരിക്കും മഴ സ്റ്റാർട്ട് ചെയ്യുക. നല്ല രസമായിരുന്നു കൊടയൊക്കെ പിടിച്ച് സ്കൂളിലേക്ക് പോകുന്നതൊക്കെ ഒരു രസം. അപ്പൊ രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിന്റെ പരിപാടിയിലേക്കും, പിന്നെ വൈകിട്ട് പാലപ്പവും തേങ്ങാപ്പാലും പഴുത്ത മാങ്ങയൊക്കെ ഇട്ട് ഒരു മീൻകറിയൊക്കെ വെക്കാന്ന് കരുതിയിട്ട് അതിനുള്ള പരിപാടിയിലേക്ക് കയറി. അങ്ങനെ മീനൊക്കെ വെട്ടി, ചോറിനുള്ള ഇതൊക്കെ അരിയൊക്കെ ഇട്ടു, ചോറൊക്കെ ഒന്ന് വന്ന് അങ്ങനെ മീൻകറി വെക്കാൻ വേണ്ടി ഫിഷൊക്കെ ക്ലീൻ ചെയ്ത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കടുകിട്ടു. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഒക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കടുകൊക്കെ പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മുടെ കറിവേപ്പിലേക്ക് ഇട്ട് അതൊന്ന് ഇതായപ്പോഴത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും ഇഞ്ചിയൊക്കെ ഇട്ട് അതിന്റെ പച്ചമണം വരെ മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്ത്, അങ്ങനെ ഇപ്പൊ എനിക്ക് ഈ പ്രാവശ്യം മെയ് ഒരു പകുതിക്ക് ന്യൂനമർദ്ദമായിട്ട് സ്റ്റാർട്ട് ചെയ്തില്ലേ. നല്ല മഴയായിരുന്നു. ന്യൂസിലൊക്കെ ഇഷ്ടം പോലെ മരം, നല്ല കാറ്റല്ലായിരുന്നോ, ഈ മരമൊക്കെ നന്നായിട്ട് വീഴുന്നു, അങ്ങനെ ഉണ്ടായ കുറെ അപകടങ്ങൾ, ഇങ്ങനെ കുറെ ന്യൂസുകളൊക്കെ കണ്ടിരുന്നു. ഞങ്ങളുടെ ഇവിടെ തന്നെ ഇപ്പം നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, പഞ്ചായത്തിന്റെ ഒക്കെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിലൊക്കെ ഇഷ്ടം പോലെ ന്യൂസ് കാണാം. 16 പോസ്റ്റ് എന്തുവാണ് ഒടിഞ്ഞു വീണത്. എന്തൊക്കെ അപകടങ്ങളാണല്ലേ. എനിക്കൊന്നും ഒരു 3 ദിവസത്തോളം നമ്മുടെ അവിടെ ഒന്നും കറണ്ടേ ഇല്ലായിരുന്നു. എന്ത് ചെയ്യാനാണ്. അങ്ങനെതാ ഞാൻ മീൻകറി വെക്കാന് അത് അരിഞ്ഞു വെച്ചതെല്ലാം ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റി. ഞാൻ പറഞ്ഞില്ലേ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ ഇവിടെ തേങ്ങയൊക്കെ ഫ്രീസറിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ ഭയങ്കര പാടാ. അപ്പൊ ഞാൻ ലുലു പോയപ്പോഴത്തേക്ക് ഈസ്റ്റേന്റെ കോക്കനട്ട് മിൽക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ പച്ചമണം മാറിയിലേക്ക് നമ്മുടെ മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഒക്കെ ഇട്ടിട്ട് അതിന്റെ പച്ചമണം മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പാലൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ ഒന്ന് 2ാം പാലാക്കി എടുത്ത് ആദ്യം 2ാം പാൽ ഒഴിച്ചു. ഈ 2ാം പാല് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുടംപുളിയൊക്കെ ഇട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മീനൊക്കെ ചേർത്ത് കൊടുത്തു. ആദ്യം ഇതിലേക്ക് നമ്മുടെ കുടംപുളി ഇട്ട് ഒന്ന് ചൂടായപ്പോഴാണ് പിന്നെ മീൻ ഇട്ട് കൊടുത്തത്. മീൻ ഞാൻ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അയിലക്കിരിയാനാണ്. നമ്മുടെ ഈ അയില പോലെ ഇരിക്കുന്ന കുറച്ച് വലിയ മീനുണ്ടല്ലോ, ഈ തൊലി ഇരിച്ച് കളയുന്നേ, ആ മീനാണ്. അപ്പൊ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതിനകത്ത് പഴുത്ത മാങ്ങയൊക്കെ ഇടുന്നുണ്ട്. അപ്പം ആ മാങ്ങയുടെ ഒരു മധുരവും എല്ലാം വരുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആണ്. പാലപ്പത്തിന്റെ കൂടെ ആണേലും പുട്ടിന്റെ കൂടെ ആണേലും പിന്നെന്താ നമ്മുടെ കല്ലപ്പം ഇല്ലേ, അതിന്റെ കൂടെയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുക അടിപൊളി ഒരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അതാ മീനൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. പിന്നെ ഒന്ന് നന്നായിട്ട് തിളയൊക്കെ വന്ന് ഏകദേശം മീൻ ഒന്ന് വേകാറായപ്പോഴാണ്, ഏകദേശം വെന്തു, ആ ഒരു സ്റ്റേജ്, കറി കുറുകാൻ വേണ്ടി നമ്മൾ മുമ്പത്തെ സ്റ്റേജില്ലേ അവിടെ ആയപ്പോഴത്തേക്ക് ഞാൻ നല്ല മാങ്ങ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മീൻകറി നന്നായിട്ട് തിളയൊക്കെ വന്ന് ഒന്ന് ചാറൊക്കെ പറ്റി വരുന്ന സമയമാകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഈ പഴുത്ത മാങ്ങ ഫുൾ എടുക്കുന്നില്ല. കാരണം ഞാനൊരു കുറച്ച് കഷ്ണം മീനെ എടുത്തിട്ടേ ഉള്ളായിരുന്നു. ഒരു 5-6 അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊരു വലിയ മാങ്ങയായിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു പകുതി എടുക്കുന്നില്ല, ഈ കട്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ. അതുകൊണ്ട് തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് വലിയ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പൊ ഈ മാങ്ങയുടെ നല്ലൊരു മധുരമൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പൊ ഈ അപ്പത്തിന്റെ കൂടെ ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. കറിക്ക് മധുരമുണ്ട്, പുളിയുണ്ട്, എരിവുണ്ട്, ആ തേങ്ങാപ്പാലിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് വന്നിട്ടേ നല്ല രുചിയാണ്. അപ്പം ചുമ്മാ ഒന്നിങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കും, നല്ല രസമായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് അപ്പത്തിന്റെ കൂടെയും പുട്ടിന്റെ കൂടെയും ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ മാങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിന്റെ തൊലിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ഈ പഴുത്ത മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി മീന് നന്നായിട്ട് തിളപ്പിക്കും. അപ്പൊ ഈ മാങ്ങയുടെ ആ ഒരു മധുരമൊക്കെ ഇറങ്ങുമല്ലോ
ഇത് വൈകിട്ടാകുമ്പോഴത്തേക്ക് അപ്പൊ കഴിക്കുന്നതിനേക്കാളും ഇത് ഞാൻ ഒരു ഉച്ച സമയത്ത് വെക്കുന്നത്. രാത്രിയിലത്തേക്ക് ശരിക്കും ഞാൻ ഇത് വെച്ചത് രാത്രി പാലപ്പം ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത്. പാലപ്പവും ഈ ഫിഷ് കറിയും കൂടി കഴിക്കാം എന്നുള്ള പ്ലാനില്ല. ഇത് നേരത്തെ വെച്ച് അപ്പോഴത്തേക്ക് വൈകിട്ടാകുമ്പോഴത്തേക്കേ ഇതിനകത്ത് ഈ മാങ്ങയുടെ മധുരവും പുളിയും ഒക്കെ പിടിക്കുമല്ലോ, അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻകറി. അപ്പൊ ഈ മീൻകറി രണ്ടാം പാലല്ല ഒന്നാം പാലൊക്കെ ഒഴിച്ചിട്ട് തിളപ്പിക്കത്തില്ല, ഒന്നാം പാൽ ഒഴിച്ചിട്ട്. അപ്പം തീയൊക്കെ ഓഫാക്കി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം കറി റെഡി ആയിട്ടുണ്ട്. ഇത് നേരത്തെ ഉണ്ടാക്കാൻ കാരണം ഇതിന്റെ ഈ മാങ്ങയുടെ മധുരവും പുളിയൊക്കെ പിടിക്കണമല്ലോ. നമ്മൾ മീൻകറി എപ്പോഴും കുറച്ച് നേരത്തെ വെച്ചിട്ട് കഴിക്കുമ്പോഴാണല്ലോ മീൻകറിയുടെ ടേസ്റ്റ്. അതുകൊണ്ടാണ് മീൻകറി നേരത്തെ റെഡിയാക്കിയത്. അപ്പൊ ഇന്നലെ ലുലു പോയപ്പോൾ കല്ലുമ്മക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കല്ലുമ്മക്ക ഞാൻ ഫ്രീസറിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അത് ഫ്രീസ് ചെയ്യണ്ട എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് കണ്ടില്ല. ഞാൻ ഫ്രീസറിൽ വെക്കുമായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഇത് താഴെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയായിരുന്നു, ഫ്രീസറിൽ വെക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം ഞാനിങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് റെസിപ്പിയൊക്കെ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വിചാരിച്ച് ഈ കല്ലുമ്മക്കായ എടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചേ. ഞങ്ങളുടെ നാട്ടിൽ കല്ലുമ്മക്കായ ഇല്ല, കക്കയിറച്ചിയാണ് ഉള്ളത്. അപ്പം നമ്മുടെ അവിടെ ഷാപ്പിൽ ഒക്കെ ഫുഡ് കഴിക്കാൻ പോയാൽ കല്ലുമ്മക്കായ കിട്ടും. അല്ലാതെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഫിഷ് മാർക്കറ്റിലൊക്കെ പോയാൽ കല്ലുമ്മക്കായ ഒന്നുമില്ല. കൂടുതൽ കക്കയിറച്ചിയായിരിക്കും കല്ലുമ്മക്കായ പോലെ ഉള്ളത്. ഇത് ഞാൻ ഇന്നലെ ലുലുവിൽ നിന്ന് മേടിച്ചതാണ്. കാസ്റ്റേണിന്റെയാ. നല്ല നല്ല വെയിറ്റ് ഉണ്ട്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് മേടിച്ചതാ. അങ്ങനെ ചെയ്യേണ്ട മാവൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ ഈ കല്ലുമ്മക്കായയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. സാധാരണ ഡബിൾ ഷെല്ല് ആണല്ലോ ഉള്ളത്, 2 ഷെല്ല് ഉണ്ടല്ലോ. ഇതിനകത്ത് ഇപ്പം പകുതിയല്ലേ ഉള്ളൂ, ഹാഫ് ഷെല്ലല്ലേ ഉള്ളൂ. അപ്പൊ അത് വെച്ചിട്ടങ്ങ് ഫില്ല് ചെയ്യാറുണ്ട്. എന്നിട്ട് ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി കുട്ടവം അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റീമർ അതിലൊക്കെ വെക്കുക. അങ്ങനെ വെച്ചു. എങ്ങനെ ആകും എന്ന് ഒരു ഉറപ്പും ഇല്ലാതെ ഉണ്ടാക്കണതാ. പിന്നെ കഴിക്കണത് നമ്മളല്ലേ. ഇനിയിപ്പൊ ചീറ്റിപ്പോയാലും കുഴപ്പമില്ല, നമ്മൾ കഴിക്കുമല്ലോ. അങ്ങനെ ഒരു ഇതിലും ഉണ്ടാക്കി. ഇത് ക്ലീൻ ചെയ്യുന്നതൊക്കെ ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കി ഒന്നും കൂടി ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് എടുത്തത്. അങ്ങനെ ഇനി ഉച്ചക്കത്തേക്കുള്ളത് റെഡിയാക്കണം. അപ്പം ഫിഷ് കറി വെച്ചു. അതിന്റെ പിന്നെ ആ മീനിന്റെ തലഭാഗവും വാലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ മഞ്ഞപ്പൊടി, മുളക് പൊടിയും കുരുമുളക് പൊടി, ഉപ്പ് ഒക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് മീനിൽ നന്നായിട്ട് തേച്ച് കൊടുത്ത് ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ച്. ഇങ്ങനെ ഇടയ്ക്ക് എപ്പോഴും കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഇങ്ങനെ പാട്ട് കേൾക്കുക, അതായിരിക്കും ചെയ്യാറ്. ഇപ്പൊ ഭയങ്കര ചൂട്, ഇവിടെ ഭയങ്കര ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ കിച്ചണിലൊന്നും നിൽക്കാനേ പറ്റൂല. പെട്ടെന്ന് എന്തെങ്കിലും കുക്ക് ചെയ്യുക, നേരെ റൂമിൽ വരിക, ഇത് തന്നെയാണ് വിചാരിക്കുക. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇതൊക്കെ ആക്കുന്നുണ്ട്. ഇതാക്കണ ടൈമിൽ തന്നെ ഞാൻ അവിടെ നിന്ന് ഫോണിൽ ന്യൂസൊക്കെ കാണും. സാധാരണ എപ്പോഴും പാട്ട് കേൾക്കുക. ഇപ്പം ന്യൂസ് നാട്ടിൽ കാണാൻ മാത്രം ഉണ്ടല്ലോ. എന്തായി, വെള്ളത്തിന്റെ ഇതെന്തായി, മഴ എന്തായി എന്നൊക്കെയുള്ള ഒരു അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ടേ. ഒരു 3 ദിവസത്തോളം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ നാട്ടിൽ കറണ്ടില്ലായിരുന്നു. കുറേ പോസ്റ്റൊക്കെ വീണു, കുറേ മരങ്ങൾ പിഴുതു വീണു. നമ്മുടെ പറമ്പിലുമൊക്കെ നിന്ന മരങ്ങളൊക്കെ പിഴുതു വീണിട്ടുണ്ടായിരുന്നു. बिस्किट कोला हाँ ready steady start go ready steady start go go okay കുക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ട് ഞാൻ പാലപ്പത്തിനുള്ള മാവ് അങ്ങ് അരച്ച് വെക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് ഫുഡ് എടുത്തു. നല്ല ഉണ്ടമുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഒരു പച്ചമോരുണ്ടാക്കി. പിന്നെ മീൻകറിയും മീൻ വറുത്തതും ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു ഓൾറെഡി രാവിലത്തെ. ഞാൻ സാമ്പാറൊന്നും എടുത്തില്ല. ഞാൻ ആ ഉണ്ടമുളകൊക്കെ വെച്ചിട്ട് ഉള്ള മോരൊക്കെ കൂട്ടിയിട്ട് ഊണൊക്കെ കഴിച്ചു. കല്യാണി ഇതിൻ്റെ ഇടയ്ക്ക് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് കളിക്കാൻ. ചുമ്മാ ഇവിടെ ഇങ്ങനെ ഓടിക്കളിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി കളിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിച്ചിട്ടിരിക്കും. അപ്പോഴത്തേക്ക് ഒരു ഈവനിങ് ടൈം ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചിട്ട് അടുക്കള കയറിയതാണ്. അപ്പോൾ കാപ്പിയുടെ കൂടെ ഇന്ന് ഇങ്ങനെ ആക്കാന്ന് വിചാരിച്ച്. അപ്പം ഞാൻ കണ്ടിരുന്നു റെസിപ്പിയിൽ മുളക് പൊടി, ഉപ്പും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ
ചതച്ചിട്ടതൊക്കെ വെച്ചിട്ടാണെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ കാസ്റ്ററിന്റെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇതിന്റെ പാലപ്പത്തിന്റെ മാവൊക്കെ പൊളിച്ചു വന്നിട്ടുണ്ട്. അതിനകത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് പാലപ്പമൊക്കെ ആക്കാന്ന് വിചാരിച്ച്. ഈ പാലപ്പത്തിന്റെ മാവ് അരച്ച് ഒരു 4 മണിക്കൂർ ആയതേ ഉള്ളൂ. ഇപ്പൊ ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊളിച്ചു കിട്ടും. മാവ് റെഡി ആയിട്ട് കിട്ടേ. സാധാരണ ഈ തണുപ്പ് സമയമാകുമ്പോഴത്തേക്ക് ഞാന് രാവിലെ ഒരു 10 മണി 11 മണി ആ സമയമാകുമ്പോൾ മാവ് അരച്ചു വെക്കും. പിറ്റേ ദിവസം രാവിലത്തേക്ക് പുളിച്ചു കിട്ടുക. ഇതിപ്പോ അധിക സമയമൊന്നും വേണ്ട. ഇഡലിക്ക് തന്നെ രാവിലെ അരച്ച വൈകിട്ടത്തേക്ക് മാവ് റെഡി ആയിരിക്കും. അപ്പൊ വിചാരിച്ചു ഒരു മുട്ടക്കറിയും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പാലപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഒരു മുട്ടക്കറിയും കൂടി റെഡിയാക്കാന്ന് വിചാരിച്ച്. ഞാൻ ഇന്ന് മുളക് പൊടി ഇടാതെ മല്ലിപ്പൊടി മാത്രം ഇട്ട മുട്ടക്കറി ഉണ്ടാക്കിയത്. നമ്മൾ താറാമുട്ട ഞങ്ങളുടെ ഇങ്ങനെ താറാമുട്ട കറി വെക്കാറ് അവിടെയൊക്കെ. അപ്പം അതുപോലെ ഒരു മുട്ടക്കറിയൊക്കെ ആക്കി എന്നിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വെച്ച്. ഫസ്റ്റ് ശരിക്കും ഞങ്ങള് മുട്ടക്കറി ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചത്. ഫിഷ് കറി കൂട്ടിയിട്ട് പാലപ്പവും ഫിഷ് കറിയും കഴിക്കാന്നുള്ള പ്ലാൻ ആയിരുന്നല്ലോ. പെട്ടെന്നാണ് പ്ലാൻ മാറ്റിയിട്ട് ഒരു മുട്ടക്കറിയും കൂടി ആക്കാന്ന് വിചാരിച്ചത്. പിന്നെ ചൂടായതുകൊണ്ട് തന്നെ ചായ വേണ്ട എന്ന്, കട്ടൻ ചായ ഒന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കി. അങ്ങനെ നാരങ്ങ വെള്ളവും കല്ലുമക്ക ഫ്രൈയും പാലപ്പവും മുട്ടക്കറിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരു 5 മണി 5:30 സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫുഡ് കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, രക്ഷയില്ലായിരുന്നു. പിന്നെ എന്താ പണിയെന്ന് വെച്ചാൽ കയ്യിലൊന്ന് മൈലാഞ്ചിയൊക്കെ ഇട്ട്. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഇത് കണ്ട് കല്യാണിക്കും വേണമെന്ന് പറഞ്ഞാൽ കുഞ്ഞു കയ്യിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ.